ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വ്ളോഗും കാര്യങ്ങളൊന്നും അല്ല ഇടുന്നത്. ഞാൻ ചെറിയൊരു കൊക്കിനെ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ച്. കാരണം ഞാനിങ്ങനെ എന്താ പറയുക, നമ്മുടെ വീട്ടിൽ കുറച്ച് പണിയൊക്കെയാണ്. പണിയെല്ലാം കഴിഞ്ഞപ്പോൾ കുറച്ച് സിമെൻറ്റ് മിച്ചം വന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ചെയ്യാമെന്ന് ഇപ്പോൾ എന്നൊരു എന്താ പറയുക, ഒരു ഫോട്ടോയ്ക്ക് ഒന്ന് മാറ്റി വേണ്ടി ഒരു കൊക്കിന് ഫോട്ടോ ഉണ്ട്. അപ്പോൾ അപ്പം ചെറുതായിട്ട് നമുക്കൊരു കൊക്കിനെ ഉണ്ടാക്കിയേക്കാം. ജസ്റ്റ് സിമ്പിളെന്ന് പറഞ്ഞാൽ വെറും സിമ്പിൾ, ഇത്ര വലിയ എന്നാ പറഞ്ഞത് ഒരു പാടില്ലാത്ത സാധനം. അപ്പോൾ ഞാൻ പണ്ടൊക്കെ നമ്മളിങ്ങനെ സ്കൂളിൽ നിന്നൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പോഴൊക്കെ ഞാൻ ഒരു വീട്ടിലിങ്ങനെ കണ്ടു, ഇങ്ങനെ കൊക്ക് കുളത്തിൻ്റെ ചുറ്റൊക്കെ കൊക്ക നിൽക്കുന്നു. പിന്നെ ഓർത്തുന്നാൽ പിന്നെ അങ്ങനെ ഒരു കൊക്കിനെ ഉണ്ടാക്കിയേക്കാം. എപ്പോഴെപ്പോഴും മേടിക്കണമെന്ന് പക്ഷേ നടക്കുന്നില്ല. അപ്പം ഒരു കൊക്കിനെ ഉണ്ടാക്കിയേക്കാമെന്ന് കരുതി ഉണ്ടാക്കിയതാണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമുക്ക് 1K സബ്സ്ക്രൈബ് അടിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും താങ്ക്സ്. പിന്നെ എന്നാ പറഞ്ഞാൽ എല്ലാവരും വീഡിയോ കാണുന്നതിന് മുമ്പ് ഒന്ന് സബ്ബും കൂടെ ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, നമ്മുടെ വീട്ടിലേക്ക് പോകാം. നമുക്ക് കൊക്കിനെ നിർമ്മിക്കാനായിട്ട് ആദ്യം വേണ്ടത് ഇതുപോലത്തെ ഒരു കമ്പിയെ വേണ്ട, അലൂമിനിയത്തിൻ്റെ ഒരു കമ്പി. അലൂമിനിയമോ എന്താ പറയുക, സാധാ എന്ത് കമ്പിയാണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ എൻ്റെ അലൂമിനിയം കമ്പിയേ ഉള്ളൂ, അതുകൊണ്ട് ഇനി അലൂമിനിയം കമ്പി എടുത്തതേ ഉള്ളൂ. പിന്നെ നമുക്ക് വേണ്ട സിമെൻറ്റ് ഒരു ചിരട്ട സിമെൻറ്റ് മതി. പിന്നെ അതുകൊണ്ട് ഒരു ചിരട്ട വൈറ്റ് സിമെൻറ്റ്. ഈ സിമെൻറ്റിന് 1 കിലോ സിമെൻറ്റിന് 10 രൂപ. വൈറ്റ് സിമെൻറ്റിന് ഒരു പാക്കറ്റ് അത് എത്രയാണ്, 25 രൂപ എത്തേണ്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈ ഒരു കപ്പിൻ്റെ ആവശ്യം നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ട തുണി, പഴയ തുണി വേണം. പിന്നെ ഇതുണ്ട്, ഇതൊരു വലിയൊരു കമ്പിയാണ്. ഞാനിതിനെ ആർട്സർ ബ്ലേഡ് ഇട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് മുറിച്ചെടുത്താൽ ഇത് നമുക്ക് കൊക്കിൻ്റെ കാലായിട്ട് വെക്കണ്ട. ഇപ്പോൾ നമുക്കൊരു കമ്പി വേണം. പിന്നെ ഒരു കുപ്പി ഇതുണ്ട്, ഈ പെപ്സിയുടെ കുപ്പി. ഈ ഒരു ഷേപ്പ് തന്നെയുള്ള കുപ്പിയാണെങ്കിൽ ഏറ്റവും നല്ലത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എടുക്കാം. നമുക്ക് ഇത്ര സാധനം മാത്രമേ നമുക്കൊരു കൊക്കിനെ ഉണ്ടാക്കാനായിട്ട്. നമ്മൾ ഫസ്റ്റ് ചെയ്ത് നമ്മുടെ ഈ അലൂമിനിയം കമ്പിയില്ലേ, ഇത് നമുക്ക് നേരെ ആക്കിയെടുക്കാം. കറക്റ്റ് ഒരു കൊക്കിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. അതിൻ്റെ ഇത് നമ്മൾ പയറെടുത്ത് പയറും കൊണ്ട് തന്നെ ഷേപ്പാക്കിയാണ് കുറച്ച് ഷേപ്പിലാക്കി എടുക്കാം. അലൂമിനിയം കമ്പി ആകുമ്പം വളയ്ക്കാൻ എളുപ്പമുണ്ട്, അങ്ങനെ ഇനി അലൂമിനിയം കമ്പി എടുത്തത്. അപ്പോൾ നമ്മുടെ സ്ഥലമൊന്നും മാറ്റിയത്, കാരണം നമ്മൾ ഭയങ്കര വെയിലാണ്. മുറ്റത്തിരുന്ന് നമ്മൾ ചെയ്താൽ വളർത്തൊന്നും മാറി. അപ്പോൾ നമ്മളിത് ഏകദേശം ഈ ഒരു ഷേപ്പിലേക്ക് നമ്മുടെ അലൂമിനിയം കമ്പി ഒന്ന് വളച്ചെടുക്കുക. ഈ ഷേപ്പിലേക്ക് അലൂമിനിയം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വളഞ്ഞു കിട്ടും. കമ്പി എടുത്ത് ഇച്ചിരി പാടാൻ തോന്നും. കമ്പി എടുത്താലും നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ അതിൻ്റെ വെച്ചെടുത്തു. കറക്റ്റ് ഈ ഒരു ഷേപ്പിലേക്ക് നമ്മൾ വളച്ചു കൊണ്ടുവരിക. ചിലപ്പോൾ കോട്ടൺ തുണി എടുത്തിട്ട് നമ്മൾ ഇപ്പം വളച്ച് വെച്ച കമ്പിയില്ലേ, ഈ വളച്ച് വെച്ച കമ്പി, ഈ കമ്പിയിലോട്ട് നമ്മൾ ഫുള്ള് ചുറ്റുക. ഈ കമ്പിയിൽ നമ്മൾ ഫുള്ള് ചുറ്റാണ്ട് പോയി കോട്ടൺ തുണി നമ്മളിത് ഇതുപോലെ ചുറ്റി കൊണ്ടുവരിക. ഈ തലയുടെ ഭാഗിച്ചിട്ട് മണ്ണത്ത് ചുറ്റുക. അപ്പം നമുക്ക് കറക്റ്റ് തലയുടെ ഷേപ്പിൽ കിട്ടും. എന്നിട്ട് നമ്മളിങ്ങനെ മുറിച്ച് വെച്ചിരിക്കുന്നത് ഇതൊരു പഴയ മുണ്ടെടുത്ത് ഞാൻ എന്തെങ്കിലും തുണി മതി, എല്ലാം പഴയ തുണി മതി. ഇതൊരു തലയുടെ ഷേപ്പിൽ നമ്മൾ കൊണ്ടുവരിക. നമ്മളിത് ഫുള്ള് ചുറ്റി ഏകദേശം ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഒരു ഷേപ്പിലൊന്നും അല്ല കിടക്കുന്നത്. നമ്മൾ ടോയിനിൽ വെച്ചാൽ നമ്മൾ ഇതൊന്ന് ഷേപ്പ് ആക്കി എടുക്കുന്നത്. കറക്റ്റ് ഒരു കുക്കിൻ്റെ ഷേപ്പ് ആക്കുന്നത് ടോയിനിൽ വെച്ചെടുക്കാം. ഇതുണ്ട്, ഇത് നമ്മളിത് ഇങ്ങനെ ചുറ്റും അറിയുന്നുണ്ട്. ടോയിനിൽ നമ്മൾ ഇങ്ങനെ ചുമ്മാ ചുറ്റി ടോയിനിലാണ് നമ്മൾ ഷേപ്പ് ആക്കി എടുക്കാൻ. ഇച്ചിരി മുറുക്കി നമ്മൾ ചുറ്റിക്കണം കേട്ടോ. പിന്നെ സിമെൻറ്റ് വരാനുള്ളൂ. അപ്പോൾ ചിലപ്പം ഒരു ഇതാകരുത്. അത്യാവശ്യം മുറുക്കി തന്നെ അപ്പോൾ നമ്മളിത് ടോയിനോട് ഫുള്ള് ചുറ്റെടുത്ത് ഇപ്പോൾ ഏകദേശം ഈ ഒരു ഷേപ്പായിട്ടുണ്ട്. ഓക്കെ, ഏകദേശം ഈ ഒരു ഷേപ്പായിട്ടുണ്ട്. ഇനി അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ
നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇതെല്ലാം ചുറ്റിയല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കുപ്പിയില്ല, മുമ്പേ പറഞ്ഞ കുപ്പിയാണ് നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. അപ്പോൾ കുപ്പി നമ്മൾ ഈ റൗണ്ടിൽ നമ്മൾ മുറിച്ചെടുക്കുക. കറക്റ്റ് ഏകദേശം ഈ കുപ്പിയുടെ മക്കിൻ്റെ കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നമ്മൾ മുറിച്ചെടുക്കുക. നമ്മളിത് കുപ്പി കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഈ റൗണ്ട് ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഈ ഫ്രണ്ട് റൗണ്ട് ഷേപ്പ്. പിന്നെ അടുത്ത നമ്മുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു ഷേപ്പ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങ് വിട്ടാൽ മതി. കട്ട് ചെയ്ത് ഈ ഷേപ്പ് കുപ്പി നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇംഗ്ലീഷ് വെച്ച് കട്ട് ചെയ്താൽ മതി കേട്ടോ. ഞാൻ പെട്ടെന്ന് എനിക്ക് അത് ഈസിക്ക് വേണ്ടി ഞാൻ കത്തിരി എടുക്കുന്നേ ഉള്ളൂ. ഇതൊന്ന് ഷേപ്പ് ആക്കി എടുക്കണം. ഇത് കുറേ ഇതുണ്ട്, ഇവിടെ കുറച്ച് ഇതുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ ഷേപ്പ് ആക്കി എടുക്കണം. ഷേപ്പ് ഇത് ഇങ്ങനെ മുറിച്ച് കഴിയുമ്പോൾ ഈ ഷേപ്പ് വരും. നമുക്കത് നമ്മൾ മുമ്പ് മുറിച്ച് വെച്ച കമ്പിയില്ലേ കാലിന് വേണ്ടി നമ്മൾ നേരത്തെ മുറിക്കണമെന്ന് ഞാൻ പറഞ്ഞത് കമ്പി കറക്റ്റ് കാലിൻ്റെ ഷേപ്പ്. ഈ കമ്പി നമ്മളിനി ഈ രണ്ട് സൈഡിലായിട്ട് നമുക്കിത് ഇതിൽ തൊള്ളയിട്ട് ഇതിൻ്റെ അകത്തൂടെ കയറണം. അപ്പോൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ നൂൽക്കമ്പി ചെയ്ത് എടുക്കുന്നതിലാക്കി വെച്ചപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഇതിൻ്റെ ഷേപ്പിൽ ഇത് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കയറ്റി വരണം. നൂൽക്കമ്പി ഉണ്ട്, ആ നൂൽക്കമ്പിയെ കൂടെ തന്നെ കയറ്റി ഈ ഒരു ഷേപ്പിലാക്കിയാണ്. ഇതിൻ്റെ ഒന്ന് വേണമെങ്കിൽ ഒന്ന് ടൈറ്റ് ചെയ്ത് കെട്ടാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഏകദേശം ഇത്രമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ യാഗം കണ്ടു. ഈ യാഗം നല്ലപോലെ ടൈറ്റ് ചെയ്ത് നമ്മൾ നൂൽക്കമ്പി വെച്ച് കെട്ടണം. നൂൽക്കമ്പി തന്നെയാണ് നല്ലത്. നൂൽക്കമ്പിയാണെങ്കിൽ നൂൽക്കമ്പി തന്നെ എടുക്കുക. നമ്മൾ ഏകദേശം ഇത്രമായിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഫുള്ള് നമ്മൾ തുണി കയറ്റുക. ഈ ഫുള്ള് തുണി കയറ്റി നമ്മൾ ഫുള്ള് തുണി കൊണ്ട് നമ്മൾ കവർ ചെയ്യുക. ഇനി അറ്റം വരെ. ഒരുപാട് തുണി ചുറ്റിയിട്ടുണ്ട്, ഫുള്ള് തുണി ചുറ്റിയേക്കുക. ഈ തുണി നനച്ചിട്ട് നമ്മൾ ചുറ്റുവാണെങ്കിൽ എളുപ്പമാണ്. നമ്മൾ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ സിമെൻറ്റ് ഇല്ലേ, അപ്പോൾ നമുക്ക് ഈ സിമെൻറ്റ് ഇതിലോട്ട് അടിച്ചു കൊടുക്കുക. നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ സിമെൻറ്റ് ഈ ബ്രഷ് വെച്ച് നമുക്ക് ചുമ്മാ ബ്രഷ് ചെയ്ത് വിട്ടാൽ മതി. നമുക്ക് സിമെൻറ്റ് ചെറിയൊരു ഗ്രൗട്ടായിട്ട് തന്നെ നമുക്ക് കൂട്ടാം.
ജസ്റ്റ് നമ്മുടെ കുക്കിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിമെൻറ്റ് എല്ലാം വെച്ചിട്ടുണ്ട്, വെയിൽ വെച്ചിട്ടുണ്ട്. ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പൊട്ടിയടിക്കാം. ഇതുപോലെ നമ്മൾ വെയിലത്തൊരു 2 ദിവസമെങ്കിലും വെക്കണം. സാധാരണ ഒരു സിമെൻറ്റ് തേച്ച് കഴിഞ്ഞ് ഒരു ദിവസം വെക്കണം, പിന്നെ പുട്ടി അടിച്ച് കഴിഞ്ഞ് ഒരു ദിവസം നമ്മൾ വെയിലത്ത് വെക്കണം. ഇതിപ്പോൾ എനിക്ക് വീഡിയോ അധികം സമയം നേടിക്കൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സിമെൻറ്റ് തേച്ച് അന്ന് തന്നെ ഒരു 5 മിനിറ്റ് വെയിലത്ത് വെച്ചിട്ട് അതിൻ്റെ മേലോട്ട് പുട്ടി അടിക്കുമായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്ക് നമുക്ക് താമസം വരും ഈ പുട്ടി ഉണങ്ങാനായിട്ട്. സിമെൻറ്റിൻ്റെ മേളിൽ കൂടെ പുട്ടി പെട്ടെന്ന് തന്നെ അടിച്ചാൽ ഒരു ദിവസം സിമെൻറ്റ് തേച്ച് ഉണക്കിയതിന് ശേഷം മാത്രമേ പുട്ടി തേക്കാവുള്ളൂ. അപ്പോൾ നമ്മുടെ കുക്ക് ഏകദേശം ഒരു ഉണങ്ങിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഉണങ്ങാൻ വെച്ച് താമസം പിടിക്കുക, 2 ദിവസം പിടിച്ചു. കാരണം അപ്പോൾ സിമെൻറ്റ് ഉണങ്ങാഞ്ഞുകൊണ്ട് ഭയങ്കര താമസമായി. ഇപ്പോൾ ഇനി അടുത്ത് നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സാൻഡ് പേപ്പർ വെച്ച് നമ്മൾ ഇതെല്ലാം ഒന്ന് ഉടച്ച് നമ്മൾ ഷേപ്പാക്കി എടുക്കും. അത് നമ്മൾ ഷേപ്പാക്കി എടുക്കണം. പിന്നെ ഇത് ഇന്നലെ ഞാൻ ചെറിയൊരു ഐസ്ക്രീമിൻ്റെ പാത്രം, അപ്പോൾ ആ പാത്രത്തിലൂടെ ഞാൻ സിമെൻറ്റ് വെച്ചൊന്ന് ചുമ്മാ ഉറപ്പിച്ച് വെച്ച്. നിങ്ങളുണ്ടാക്കുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അവിടെ എന്താ പറയുക കുളത്തിൻ്റെ സൈഡൊക്കെ ഉണ്ടെങ്കിൽ ആ കിലോട്ട് ഇങ്ങനെ വെച്ച് സിമെൻറ്റ് വെച്ചൊന്ന് ഉറപ്പിച്ച് വെച്ചാൽ ഞാനത് ചുമ്മാ ഒരു പ്രകൃതിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്തതന്നേ ഉള്ളൂ. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ സാൻഡ് പേപ്പർ വെച്ചൊന്ന് ഷേപ്പാക്കി എടുക്കുക. ഇതിപ്പോൾ ഷേപ്പല്ല, നമ്മൾ ഷേപ്പാക്കി എടുക്കണം എന്ന് വെച്ച് സാൻഡ് പേപ്പർ വെച്ച് തന്നെ ഇതുപോലെ ഉറച്ചെടുത്ത് ഷേപ്പാക്കുക. ഇത് ഞാൻ ചെയ്തപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ എന്താണെന്ന് വെച്ചാൽ വെറുതെ വീഡിയോയുടെ ലെന്ത് കൂടിപ്പോകും. അതുകൊണ്ട് തന്നെ ഞാനതൊന്ന് ചെയ്തില്ല. ചുമ്മാ ഇങ്ങനെ വൈകിട്ട് തന്നെ എടുത്ത് ചുമ്മാ ഒന്ന് വാർത്ത് കിട്ടുക. അപ്പോൾ നമ്മൾ ഇതും ഫുള്ള് നമ്മളിപ്പോൾ എന്താ പറയുക സാൻഡ് പേപ്പർ വെച്ച് നമ്മൾ ഇപ്പോൾ ഫുള്ള് ഇങ്ങനെ ഫിനിഷ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതുണ്ടോ? പുട്ടി അടിക്കുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ഈ ഒരു ഫിനിഷിങ് കിട്ടാൻ നമ്മൾ പുട്ടി അടിക്കുന്നത്. പുട്ടി അടിച്ച് വെച്ച് സാൻഡ് പേപ്പറും പിടിച്ച് അത് ഏകദേശം ഒരു കുക്കിൻ്റെ ഷേപ്പ് ആയിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് മൊത്തം ഫുൾ പെയിൻറ്റ് അടിക്കണം. പെയിൻറ്റും അടിക്കണം, കാലും വെക്കണം. ഇത്രയും കൂടെ ഉള്ളൂ നമ്മുടെ ഇനി അടുത്ത പരിപാടി. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് കാല് വെക്കണം. കാല് വെക്കാനായിട്ട് നമ്മളിപ്പം പത്ര പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പർ ഒരു 6-8 എണ്ണം 8 ഇതുപോലെ കളത്തിലിട്ടെണ്ണം നമ്മൾ മുറിച്ചെടുക്കുക. നമ്മളിത് ഇതുപോലെ ഇങ്ങനെ ചുട്ടി എടുക്കണം. ചുറ്റി എടുത്തിട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ ചുറ്റി ഒരു കാലമായിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഈ 6-7-8 എണ്ണം ഇതുപോലെ നമ്മൾ ചുറ്റി വെക്കണം. അപ്പോൾ നമ്മുടെ കാലുകളെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഓരോന്നായിട്ട് ഇതിലൂടെ ഫിറ്റ് ചെയ്യണം. നമുക്ക് ഈ കാലിങ്ങനെ ഒന്ന് വെച്ച് നമുക്ക് എന്നാൽ നീളം വേണമെന്നുള്ളത് ഇത്ര നീളം വേണ്ട. അപ്പോൾ അതനുസരിച്ച് നമുക്ക് നീളം കുറയ്ക്കണം. കണ്ണാട്ട് പിടിക്കുന്ന ഈ പൊട്ടുണ്ട്, ചെറിയ പൊട്ടിൽ ഈ കുഞ്ഞത് ഇതുപോലത്തെ പൊട്ടെടുത്ത് നമ്മൾ കണ്ണാട്ട് പിടിപ്പിക്കാം.
ഓക്കെ. ക്യാൻസൽ. നമുക്ക് കുറച്ച് വെള്ളപ്പെയിൻറ്റ് അടിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് പുട്ടി ആയതുകൊണ്ട് മഴ നനഞ്ഞാൽ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെള്ളപ്പെയിൻറ്റ് അടിച്ച് കൊടുക്കാം. ഇങ്ങോട്ട് ഇപ്പോൾ നമ്മൾ ഈ മഞ്ഞ പെയിൻറ്റ് നമ്മളിനിപ്പം ചുണ്ടിന് കൊടുക്കാൻ പോകുന്നത്. ഇവിടെ കുറച്ച് മഞ്ഞ പെയിൻറ്റ് ഇരുന്ന് ഇങ്ങനെ കൊടുക്കാൻ പോകും. ബ്രഷ് വെച്ച് അടിക്കുന്നത്, വേറെ മഞ്ഞ പെയിൻറ്റ് ബ്രഷ് വെച്ച് അടിക്കാമെന്ന് വെച്ച്. നമ്മുടെ കണ്ണ് നമ്മൾ ചുമന്നായിരിക്കുന്നത്, കാരണം നമ്മുടെ ചുമന്ന പൊട്ടായിരുന്നു, അതിൽ ചുമന്ന് അതിന് മാറ്റണം. കറുപ്പടിച്ചു കൊടുക്കണം. നമ്മുടെ കൊക്കിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മളത് ഇപ്പോൾ വെയിലത്തെടുത്ത് വെച്ചിരിക്കുക. 1 മണിക്കൂർ അങ്ങനെ വെയിലത്തിരുന്നോട്ടെ. 2 കൊക്കുണ്ട്, അതിലൊന്ന് ട്രയൽ ഉണ്ടാക്കി നോക്കിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.